ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കസ്റ്റാർഡ് ഉണ്ടാക്കിയാലോ നമുക്ക്. അതിനാവശ്യമുള്ള സാധനങ്ങളാണിത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പഴമുണ്ട്, ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, പാലാണ് മെയിൻ. ഡേറ്റ്സ്, സാബുനരി, സേമിയ, കസ്റ്റാർഡ് പൗഡർ, ഡ്രൈ ഫ്രൂട്ട്സ്, കസ്കസ്, ഐസ്ക്രീം, പിന്നെ മിൽക്ക് മെയ്ഡ്. ഇത്രയും സാധനങ്ങളാണ്. ഇനി ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള പാല് 2 പേക്ക് പാലാണ് ഞാൻ ഉപയോഗിച്ചത്. അങ്ങനെ അതിലൊരു മുക്കാൽ ഗ്ലാസോളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡർ കലക്കാൻ വേണ്ടിയിട്ടാണ്. അത് കലക്കി എടുക്കണമെങ്കിൽ തണുത്ത പാൽ തന്നെ വേണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തിളച്ച പാലൊന്നും എടുത്ത് ഒഴിക്കരുത്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് ഞാൻ അതിലേക്ക് പാലിലേക്ക് ഒഴിച്ചെടുത്ത്, അങ്ങനെ അത് പാലിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കണം, അല്ല അടുക്കി പിടിക്കും. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ കാര്യം. അങ്ങനെ അത് നല്ലോണം റെഡിയാക്കി എടുക്കണം, അല്ലെങ്കിൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കസ്റ്റാർഡിൻ്റെ. ഇത് ശ്രദ്ധിച്ചാൽ എല്ലാം ശരിയായി. അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ തള വരുന്നുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് അടി പിടിക്കാതെ മിക്സ് ചെയ്തെടുത്ത് കൂളാൻ വെച്ചിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇതൊക്കെ റെഡി ആകുന്നവരെ അത് നമുക്ക് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ സേമിയയും സാബുനരി അതൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കസ്കസ് കുതിരാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡി ആകുമ്പോഴേക്കും ഞാൻ ഫ്രൂട്ട്സ് അരിയാനുള്ള പണി നോക്കാൻ പോയതായിരുന്നു. അപ്പോൾ മക്കൾ അടിപിടിയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡൈനിങ്ങിലേക്ക് പോയപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അതുവരെ ഉണ്ടായ അടിപിടിയൊന്നും പിന്നെ കാണുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം അതൊക്കെ തണുക്കണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ഇവരെ കളികളൊക്കെ നോക്കി നിന്ന്. ഒരു അടി കൂടാണെങ്കിൽ ഭയങ്കര അടിയാണ്, പക്ഷെ കളിക്കുകയാണെങ്കിൽ രണ്ടാളും വേണം. അങ്ങനെയൊക്കെയാണ് ഇവരെ കാര്യം. മോളെ വൈത്താലെ ഓടി നടക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഫ്രൂട്ട്സ് അരിയാൻ വേണ്ടി അടുക്കളയിൽ തന്നെ കയറി. അങ്ങനെ അവിടേക്കും വന്നു രണ്ടാളും. ഞാൻ എവിടെയാണോ അവിടേക്ക് വന്നു. അടുക്കളയിൽ ഇറങ്ങിയാൽ വേഗം അടുക്കളയിലെത്തും രണ്ടാളും. അങ്ങനെ ഉമ്മയും ഇക്കാക്കയും ഒക്കെ ഉണ്ട് രണ്ടാളും എടുത്ത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് കഴിക്കുകയാണ് മോള്. ഞാൻ അരിഞ്ഞിടാൻ നോക്കുമ്പോൾ മോനും അവിടുന്ന് കഴിക്കുന്നുണ്ട് ഓരോന്ന്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവരെ ഡൈനിങ്ങിലേക്കാക്കി. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്നാലേ അവരും അവിടെ നിൽക്കുള്ളൂ. അങ്ങനെ നിന്നുകൊണ്ട് കൂടെയൊക്കെ നിന്ന് കളിച്ച് അവരുടെ അടുത്തുനിന്ന് മെല്ലെ മുങ്ങാനുള്ള പരിപാടിയാണ്. അവർ ഉറങ്ങുമൊന്നുമില്ല. അവർ ഉറങ്ങണേ ഒരു 10-11 മണിയാവും. ഞാനിത് ഉണ്ടാക്കിയെടുത്തത് രാത്രിയാണ്. രാത്രി ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ പിറ്റേന്ന്. ഞാൻ അങ്ങനെയാണ് ഇതിനൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി വെക്കാറ്. അങ്ങനെ ഞാൻ ഇതൊക്കെ തണുക്കാൻ വെച്ചൊക്കെ റെഡിയായി. അതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യാണ്. കസ്കസ്, സാബുനരി, സേമിയം, ഡ്രൈ ഫ്രൂട്ട്സ് എന്നതൊക്കെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിന്. അങ്ങനെ അതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കുറച്ച് മിൽക്ക് മെയ്ഡും ഒഴിച്ച്. അതൊക്കെ ടേസ്റ്റ് വരാൻ നല്ലതാട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ. ഞാനിങ്ങനെ ഉണ്ടാക്കൽ. അങ്ങനെ 2-3-4 ഇതിന് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് പായസത്തിന് പകരം. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതിൽ മധുരം ഞാൻ ഇട്ടിട്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം കുറച്ച് മധുരം ഇല്ലാത്തത് എടുത്ത് വെക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. കുറച്ച് ആവശ്യത്തിന് മധുരം ഇട്ടാൽ മതി. കാരണം മിൽക്ക് മെയ്ഡും ഐസ്ക്രീമും ഒക്കെ ഇടുന്നത് കൊണ്ട് ഓവർ മധുരം പാടില്ല. അതിനെക്കൊണ്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ അതൊന്ന് സെർവ് ചെയ്യാണ്. അങ്ങനെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് കൊണ്ട് ഒന്ന് മുകളിലൊക്കെ വിതറി അതങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ്. ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെ അതിലേക്ക് ഇട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.